ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം പുതിയ യുഗാരംഭം കൂടിയാണ്. അതായത് അവരുടെ മിഡ്ഫീൽഡിലെ താളം കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തിരുന്ന 8-ാം നമ്പറുകാരനായിട്ടുള്ള ടോണി ക്രോസ് എന്ന് പറയുന്ന ജർമ്മൻ സ്നൈപ്പർ വിരമിച്ചതിന് ശേഷമുള്ള പുതിയ യുഗം. അദ്ദേഹം പടിയിറങ്ങി പോകുമ്പോൾ ആ 8-ാം നമ്പർ കൈമാറി കൊടുത്തത് ഫെഡറിക്കോ വാൽവർദെ എന്ന് പറയുന്ന എൽ ഹാൽക്കൺ ആയിരുന്നു. മാത്രമല്ല അവരുടെ മുൻനിരയിൽ പുതുമുഖമുണ്ട്. ഫുട്ബോളിൽ പഴയ മുഖമാണ്, പക്ഷേ റയൽ മാഡ്രിഡിന്റെ കുപ്പായത്തിലെ പുതിയ മുഖമായിട്ടുള്ള കിലിയൻ എംബാപ്പെ ആയിരുന്നു ലൈൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പർ താരമാണ് ചെന്നൈ, നമുക്കറിയാം. അപ്പം അങ്ങനെ പലതും പുതുതാണെങ്കിലും റയൽ മാഡ്രിഡ് പഴയ റയൽ മാഡ്രിഡ് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടതായിട്ടുള്ളത്. കാരണം അവരിപ്പോൾ മറ്റൊരു കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. യുവേഫ സൂപ്പർ കപ്പിൽ അറ്റ്ലാന്റയെ 2-0 എന്നുള്ള സ്കോർ ലൈനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ മറ്റൊരു കിരീടത്തിൽ കൂടി മുത്തമിട്ടിരിക്കുകയാണ്. എന്തായാലേ ഇന്നലെ അറ്റ്ലാന്റയ്ക്കെതിരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ റയൽ മാഡ്രിഡിൻ്റെ ലൈനപ്പ് കണ്ടു കഴിഞ്ഞാൽ പലരുടെയും കണ്ണു തള്ളിപ്പോവും. അതിലെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ആ ഫ്രണ്ട് ത്രീയിൽ വിനി ജൂനിയർ, കിലിയൻ എംബാപ്പെ, റോഡ്രിഗോ. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ജൂഡ്, എൽ ഹാൽക്കൺ, ഒപ്പം ചെമേനി. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ മെൻഡി, കാർവഹാല് ഫുൾ ബാക്കുകളായിട്ട്, ടോണി റുഡിഗർ, മിലിറ്റാവോ സെൻറ്റർ ബാക്കുകളായിട്ട്, വല കാക്കുന്നത് ജയൻ്റ് ആയിട്ടുള്ള തീബോ കോർട്ടുവ. ഇതായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ ലൈനപ്പ് ഉണ്ടായിരുന്നത്. ശരിയാണ്, മിഡ്ഫീൽഡിൽ ടോണി ക്രോസ് ഇല്ല, പക്ഷേ ബെഞ്ചിൽ വെറ്ററനായിട്ടുള്ള ലുക്ക മോഡ്രിച്ച് ഉണ്ടായിരുന്നു, ബ്രഹീം ഡിയാസ്, സബയോസ്, ആർദാ ഗുലേർ, അങ്ങനെ കുറേ ഗെയിം ചേഞ്ചർമാർ. അപ്പോൾ ഈ അറ്റ്ലാന്റയുമായിട്ട് നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ ക്വാളിറ്റിയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വലിയ അന്തരം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഗാസ്പെരീനിയുടെ അറ്റ്ലാന്റ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെ. അവരെ സംബന്ധിച്ചോളം സ്കമാക്ക എന്ന് പറഞ്ഞ ഒരു സ്ട്രൈക്കറൊക്കെ അവർക്ക് ഇഞ്ചുറി മൂലം നഷ്ടപ്പെട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല ബെഞ്ചിൽ നിന്ന് അവർ കൊണ്ടുവന്നിട്ടുള്ള ക്വാളിറ്റിയും റയൽ മാഡ്രിഡിൻ്റെ ബെഞ്ചിലെ ക്വാളിറ്റിയും ഒക്കെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാനേ പറ്റാത്ത സ്ഥിതിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ഗാസ്പെരീനിയുടെ അറ്റ്ലാന്റ ബയർ ലെവർകുസനെയാണ് യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ പരാജയപ്പെടുത്തിയിട്ട് ഈ യുവേഫ സൂപ്പർ കപ്പ് കോമ്പറ്റീഷനിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് ആണെങ്കിൽ നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ അവർ ഡോട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ യുവേഫ സൂപ്പർ കപ്പിൻ്റെ ഈ ഒരു ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്നലെ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് മത്സരത്തിൽ ഗോളുകൾ അടിച്ചത് ആരൊക്കെയാണ്? സെക്കൻഡ് ഹാഫിലാണ് 2 ഗോളുകളും പിറന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഗോൾ അടിക്കുന്നത് 8-ാം നമ്പറുകാരനായിട്ടുള്ള പുതിയ 8-ാം നമ്പറുകാരനായിട്ടുള്ള ഫെഡറിക്കോ വാൽവർദെ ആയിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റണ്ണാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് ബോക്സിലേക്ക്. പക്ഷേ അതിലുള്ള വിനി ജൂനിയറിൻ്റെ ആ അസിസ്റ്റ് എൻ്റെ പൊന്നളിയന്മാർ ഒരു രക്ഷയില്ലാത്തൊരു അസിസ്റ്റായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോൾ അടിച്ചത് മറ്റാരുമല്ല, കിലിയൻ എംബാപ്പയാണ്. അതാണ് ഹെഡ്ലൈൻ അതാണ്. തൻ്റെ ഡ്രീം ക്ലബിലേക്ക് അവസാനം മൂവ് നടത്തിയ രാജൻ മോഹൻ തൻ്റെ ഡെബ്യൂ മത്സരത്തിൽ തന്നെ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ഗോൾ അടിച്ചിരിക്കുകയാണ്. അത് തന്നെയല്ലേ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ? അത് തന്നെയാണ് ഹെഡ്ലൈൻ. ഒരു സുന്ദരമായിട്ടുള്ള ചിത്രമുണ്ട്. അതായത് 13-കാരനായിട്ടുള്ള കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡ് ഒരു ട്രോഫി വിൻ ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നിൽക്കുന്നതിന് മുമ്പിൽ നിന്നിട്ട് അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കൊച്ചു എംബാപ്പെ അന്ന് ആ ചിത്രം എടുത്തതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പിക്ചറിൽ ലൂക്ക മോഡ്രിച്ചും പ്രസൻ്റ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം. അതേ ലൂക്ക മോഡ്രിച്ചിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു കിരീടം അദ്ദേഹം ഉയർത്തിയിരിക്കുകയാണ്. ഒരു കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൽ കളിച്ച് ഒരേ പിച്ചിൽ മിനിറ്റ്സ് ഷെയർ ചെയ്തിട്ടുള്ള സുന്ദരമായിട്ടുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണല്ലേ അത്. അതിൽ ലുക്ക മോഡ്രിച്ചിൻ്റെ ലോഞ്ചവിറ്റിയും അതിഭീകരമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ ട്രോഫിയോട് കൂടിയിട്ട് ലുക്ക മോഡ്രിച്ച് ചരിത്ര പുരുഷനായിട്ട് മാറിയിരിക്കുകയാണ്. റയൽ മാഡ്രിഡിന്റെ കുപ്പായത്തിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ അടിക്കുന്ന ആളായിട്ട് മാറിയിരിക്കുകയാണ്. 27ാമത്തെ ടൈറ്റിലാണ് ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ. അതായത് ഏറ്റവും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള റയൽ മാഡ്രിഡ് പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ്. വെറുതെ ഒന്നുമല്ല ചങ്ങായി റയൽ മാഡ്രിഡിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്. കാരണം വല്ലാത്തൊരു ലഹരിയാണ് ചങ്ങായി ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിർത്തിപ്പോകാൻ ചങ്ങായിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ലുക്ക മോഡ്രിച്ച് ഇങ്ങനെ ആ ഒരു ജൈത്രയാത്ര തുടരുന്നു, ട്രോഫികൾ അടിച്ചിങ്ങനെ കൂട്ടുന്നു. ഒപ്പം എന്താണ് ഇത്? റയൽ മാഡ്രിഡിൻ്റെ 6ാമത്തെ യുവേഫ സൂപ്പർ കപ്പ് ടൈറ്റിലാണ്. റയൽ മാഡ്രിഡിനേക്കാൾ മറ്റൊരു ക്ലബിനും ഇത്രയധികം ടൈറ്റിലുകൾ സ്വന്തമാക്കാൻ സാധിച്ചില്ല യുവേഫ സൂപ്പർ കപ്പിൻ്റെ ചരിത്രത്തിൽ. ഒപ്പം കാർലോ അൻചെലോട്ടി എന്ന് പറയുന്ന ചങ്ങായി ഏജാതി മനുഷ്യനാടോ. ആള് റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ അടിക്കുന്ന ആളായിട്ട് മാറിയിരിക്കുകയാണ്. 14 കിരീടങ്ങൾ ചെന്നൈ സ്വന്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ടൈറ്റിലുകൾ മറ്റൊരാൾക്കും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെയോ ഡ്രസ്സിംഗ് റൂം വൈബ്സ് ചെന്നൈയുടെ കീഴിൽ അത് വേറെ ലെവലാണ്. ഇപ്പോൾ കിലിയൻ എംബാപ്പെ ആ ഗോൾ അടിച്ചുള്ള സാഹചര്യത്തിൽ വിനി വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതായത് എംബാപ്പയുടെ അതേ സെലിബ്രേഷൻ കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ റോഡ്രിഗോ സെലിബ്രേറ്റ് ചെയ്യുന്നു. മൊത്തം ടീം സെലിബ്രേറ്റ് ചെയ്യുന്നു. കിലിയൻ എംബാപ്പെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാർലോ അൻചെലോട്ടി അവിടെ ഉള്ളിടത്തോളം കാലം അങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് ഒരു വറിയും ആർക്കും വേണ്ട എന്നുള്ളതാണ്.
അതായത് ഈവൻ റൈവൽ ഫാൻസിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ളൊരു ചിന്ത, എങ്ങനെയെങ്കിലൊക്കെ ആ ഡ്രസ്സിംഗ് റൂമിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മതി എന്നുള്ളത്. നടക്കൂല. ഡോൺ കാർലോ ആണ് കാര്യങ്ങൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ആ ചെങ്ങായി വേറെ ലെവലാണ്. ഇനി സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ റിസൾട്ടുകൾ പ്രതികൂലമായിട്ട് വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ കാർലോ ആൻചെലോട്ടി മുമ്പും തെളിയിച്ചിട്ടുള്ളതാണ്, ആളുകളെ മാനേജ് ചെയ്യുന്നതിലും അവരുടെ ബെസ്റ്റ് വേർഷൻ കണ്ടെത്തുന്നതിലും ഓൺ ദ പിച്ചും ഓഫ് ദ പിച്ചും ബെസ്റ്റ് വേർഷൻ കണ്ടെത്തുന്നതിലും ഒരു പുലിയാണ്. അതാണ് ഡോൺ കാർലോ എന്ന് പറയുന്ന കാർലോ ആൻചെലോട്ടി. അപ്പോൾ ഇത് പുതിയ യുഗമാണ്, തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി എന്തൊക്കെ നമ്മൾ കാണാനിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള മത്സരമൊന്നായിരുന്നില്ല, പോരായ്മകളുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഇത് ഒരു എന്താ പറയുക, പ്രീ സീസൺ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത മത്സരമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫ്രണ്ട് ത്രീ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കളിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള കെമിസ്ട്രി വളർന്നു വരാൻ കുറേ കൂടി സമയമെടുക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ക്രൂസ് ഇല്ലാത്ത മിഡ്ഫീൽഡാണ്. ക്രൂസ് ഇല്ലാത്ത മിഡ്ഫീൽഡിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ അതിലേക്ക് അവർ അഡാപ്റ്റ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. കാർലോ ആൻചെലോട്ടി അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കാമവിംഗ ആയിരുന്നു പ്രിഫേർഡ് സ്റ്റാർട്ടർ ആയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. പക്ഷേ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അവസാനത്തെ ട്രെയിനിങ് സമയത്ത് വെച്ച് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുന്നു. അങ്ങനെ 8 ആഴ്ചത്തോളം അദ്ദേഹം മിസ്സാകും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതൊരു ബിഗ് ബ്ലോ ആയിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അങ്ങനെ ചെമേനിയും ഫെഡറിക്കോ വാൽവർദയും ജൂഡ് ബെല്ലിംഗാമും അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഡിഫൻസിൽ നമുക്കറിയാം റയലിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ട്, ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആ ഒരു ലാക്ക് ഓഫ് ഡെപ്ത് ഉണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ്. പിന്നെ വല കാക്കാൻ തിബോ കോർട്ടോ ഉണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പോൾ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് അദ്ദേഹം കാഴ്ചവെച്ചതാണ്. 0-0 എന്നുള്ള സ്കോർ ലൈൻ നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേവ് അദ്ദേഹം പുൾ ഓഫ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ബ്യൂട്ടിഫുൾ സേവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്ലെയറാണ് തിബോ കോർട്ടുവ. ലുനിൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന് നമുക്കറിയില്ല. കേപ്പ അങ്ങോട്ടേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർപ്പൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇന്നലത്തെ മത്സരത്തിലെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ പറയും അത് ഹേ ജൂഡ് ആയിരുന്നു എന്നുള്ളതാണ്. ജൂഡ് ബെല്ലിംഗാം ഇന്നലെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ചങ്ങായി എവിടെയായിരുന്നു ഇല്ലാതിരുന്നതെന്നാണ് നമ്മൾ ചോദിക്കേണ്ടതായിരുന്നത്. ആ ഗ്രൗണ്ടിൽ എവറി ബ്ലേഡ് ഓഫ് ഗ്രാസ് ചങ്ങായി കവർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡിഫെൻസീവ്ലി ഒടുക്കത്തെ കോൺട്രിബ്യൂഷൻ, ഒഫെൻസീവ്ലി ഒടുക്കത്തെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, ആ ഫൈനൽ തേർഡിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്, അദ്ദേഹത്തിൻ്റെ പാസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സെൻസേഷണൽ പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫിൽ കുറേ കൂടി ഡീപ്പായിട്ടാണ് ചങ്ങായി കളിച്ചിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി ഫേർദർ അപ്പ് ദ പിച്ച് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചത് മാത്രമല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിലിയൻ എംബാപ്പയ്ക്ക് കൊടുത്തിട്ടുള്ള പാസ് അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. ആ കിലിയൻ എംബാപ്പയുടെ ഗോളിൽ അദ്ദേഹത്തിൻ്റെ പാസ് ബ്യൂട്ടിഫുൾ പാസ്സാണ്. അതിൽ ചങ്ങായി ബോക്സിൽ ഒരു പോസ് എടുക്കുന്നുണ്ട്, എന്നിട്ടാണ് കൃത്യമായിട്ടുള്ള വെയിറ്റേജ് കൂടിയിട്ടുള്ള പാസ് കിലിയൻ എംബാപ്പയ്ക്ക് കൊടുക്കുന്നത്. കിലിയൻ എംബാപ്പയുടെ മൂവ്മെൻറ്റും ടോപ്പ് ക്ലാസ് ആയിരുന്നു, പക്ഷേ ആ പാസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒപ്പം ചങ്ങായുടെ ട്വിസ്റ്റ്, ടേണ്, ബോൾ ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് കിട്ടിയില്ല, അതിങ്ങനെ ഗ്ലൂ പോലെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. ഒരു രക്ഷയില്ല. ഒടുക്കത്തെ ഇൻ്റലിജൻസും മാത്രമല്ല ഈ സീസൺ ബിഗ് സീസണാണ് ജൂഡിനെ സംബന്ധിച്ചിടത്തോളം. ക്രൂസിൻ്റെ അഭാവത്തിൽ കുറേ കൂടി ഡീപ്പർ റോൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ഒരു ക്രിയേറ്ററായിട്ടുള്ള ഒരു ജൂഡിനായിരിക്കും നമ്മൾ കൂടുതൽ കാണാൻ. കഴിഞ്ഞ സീസണിൽ കുറേ കൂടി ഗോൾ സ്കോർ ആയിട്ടുള്ള ഒരു ജൂഡിനാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇതിൽ കുറേ കൂടി ക്രിയേറ്ററായിട്ടുള്ള ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, കഴിഞ്ഞ സീസണിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്, ഡിഫെൻസീവിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ കുറേ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സീസണിൽ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഇത് തുടക്കം മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം ക്രൂസ് മിഡ്ഫീൽഡിൽ റയലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരുടെ ബിൽഡപ്പ് ഫേസിൽ കാര്യമായിട്ട് സഹായിക്കുന്ന തരത്തിലൊരു പ്ലെയർ ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡയഗണലുകൾ, അദ്ദേഹത്തിൻ്റെ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ അതൊക്കെ ശരിക്കും മിസ് ചെയ്യും റയൽ മാഡ്രിഡ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ പല സൊല്യൂഷൻസും വേണ്ടി വരും. അതിലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി ആയിരിക്കും, അതിൻ്റെ ബോൾ ക്യാരിങ് എബിലിറ്റി ആയിരിക്കും. അങ്ങനെ ഡിഫൻസിൽ നിന്ന് ഒഫൻസിലേക്ക് റയൽ മാഡ്രിഡിനെ മാറ്റാൻ ജൂഡ് ബെല്ലിംഗാമിന് സാധിക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്തേണ്ടി വരും. പിന്നെ ചെമേനി അദ്ദേഹത്തിൻ്റെ ഗെയിം കുറേ കൂടി ഇമ്പ്രൂവ് ആകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ഗെയിം ഓഫ് ദ സീസണാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള. കുറേ കാര്യങ്ങൾ ഇനിയും പിന്നെ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ട്, റിഫൈൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവരൊക്കെ പിന്നെന്താ പറയുക, ആ ഒരു സീസണിൻ്റെ ആ ഒരു ഹീറ്റിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി ജൂഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മത്സരത്തിലെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹമായിരുന്നു ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസസ് ചങ്ങായാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ചാൻസസ് ചങ്ങായാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ചങ്ങായാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ടേക്ക് ഓണുകൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചങ്ങായി തന്നെയായിരുന്നു, ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡിലേക്കുള്ള പാസ് കൊടുത്തതും ജൂഡ് ബെല്ലിംഗാം തന്നെയായിരുന്നു, ഏറ്റവും കൂടുതൽ ഡ്യുവലുകൾ വിൻ ചെയ്തതും ജൂഡ് ബെല്ലിംഗാം തന്നെയായിരുന്നു. 100% ടാക്കിളുകൾ ചങ്ങായി വിൻ ചെയ്തു, 90% പാസിംഗ് ആക്യുറസി, 75 ടച്ചസ്, 8 ടച്ചസ് ബോക്സിൽ. ബോക്സ് ഓഫീസ് പെർഫോമൻസ് ആയിരുന്നു ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഭാഗം നമ്മൾ കണ്ടത്.
കിഡിലം പെർഫോമൻസ്. പിന്നെ വേറൊരു സ്റ്റാറ്റ് കൂടി ഞാൻ പറയാം. അതായത് ജൂഡ് ബെല്ലിംഗാം ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ സീസണും ഈ സീസണുമായിട്ട് 4 ഫൈനലുകളിൽ അപ്പിയർ ചെയ്തു. ആ 4 ഫൈനലുകളിലും ചങ്ങായി അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവം. അതായത് സ്പാനിഷ് സൂപ്പർ കപ്പിൽ, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ, യൂറോസിൽ ഫൈനലിലും ചങ്ങായി അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കോൾ പാമറിൻ്റെ ഗോൾ. അതുപോലെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ സൂപ്പർ കപ്പിൽ കിലിൻ എംബാപ്പയുടെ ഗോൾ ചങ്ങായി അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. വാട്ട് എ പ്ലെയർ. അങ്ങനെ റയലിനെ സംബന്ധിച്ചോളം ചില സ്ട്രക്ചറൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജൂഡ് ബെല്ലിംഗാം ആ ഒരു LCM റോളാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും ആ ഒരു ഫ്രീ റോൾ പോലെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. റോം ചെയ്ത് കളിക്കുകയായിരുന്നു. പ്ലേയേഴ്സുമായിട്ട് ലിങ്കപ്പ് ചെയ്യുന്ന രീതിയും അദ്ദേഹം ബോൾ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതിയൊക്കെ ക്ലാസ് ആയിരുന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി റയലിൻ്റെ അറ്റാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലെഫ്റ്റ് സൈഡിലൂടെ 35% അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, റൈറ്റ് സൈഡിലൂടെ 36% അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു ബാലൻസ് ഉണ്ടായിരുന്നുള്ള കാര്യം നോക്കണം. അതായത് റൈറ്റ് സൈഡിലൂടെ ഫെഡറിക്കോ വാൽവെർദെ, റോഡ്രിഗോ, കാർവഹാൽ, ഈവൻ കിലിൻ എംബാപ്പയും ആ ഒരു ഏരിയയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മെൻഡി, അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗാം, കിലിൻ എംബാപ്പെ, വിനി ജൂനിയർ, ഈ പ്ലേയേഴ്സും ഒപ്പം റോഡ്രിഗോയും ചില സാഹചര്യങ്ങൾ അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഫ്രണ്ട് ത്രീ ശരിക്കും റൊട്ടേറ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കൂടുതലും ആ ഒരു ലെഫ്റ്റ് ഏരിയ ഓറിയൻറ്റ് ചെയ്തിട്ടാണ് അവർ അറ്റാക്ക് കൂടുതലും ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു മത്സരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി അടുത്ത മത്സരങ്ങൾ ഏത് രീതിയിലായിരിക്കും പാൻ ഔട്ട് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ടില്ല. ഇവിടെ ഒരു ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ്, നമ്മൾ പ്ലെയേഴ്സിൻ്റെ ആവറേജ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ റയലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിൽഡപ്പിൽ അവർക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ എത്തിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഗാസ്പെരീനിയുടെ അറ്റ്ലാന്റിക് നമ്മൾ ഇവിടെ ക്രെഡിറ്റ് കൊടുക്കണം. നല്ല രീതിയിൽ മാൻ ടു മാൻ പ്രസ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് ബാക്കിൽ നിന്ന് അങ്ങനെ ഈസിലി ബോൾ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലോങ് ബോളുകൾ കൊടുക്കുകയും പ്രത്യേകിച്ച് കോർട്ടുവയിലേക്ക് ബോൾ കൊടുക്കുന്ന കാര്യത്തിൽ കോർട്ടുവ ലോങ് ബോൾ കൊടുക്കുകയും അതിൽ കാര്യമായിട്ടുള്ള സക്സസ് റേറ്റ് ഒന്നും റയലിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാര്യം ഓർക്കണം. അതിന് ഗാസ്പെരീനിയുടെ അറ്റ്ലാന്റയുടെ പ്രസ്സിങ്ങിന് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി ബിൽഡപ്പ് ഫേസിൽ തന്നെ റയൽ മാഡ്രിഡ് എങ്ങനെയായിരുന്നു വെച്ചാൽ അവരൊരു 3 at the back ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മുടെ ചെമേനി ആ ഒരു ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് അങ്ങനെ അവർ ബിൽഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, മെൻഡി ആണെങ്കിലും അതുപോലെ തന്നെ കാർവഹാൽ ആണെങ്കിലും മുമ്പോട്ട് പോകാനുള്ള ശ്രമം നടത്തുമായിരുന്നു. ജൂഡ് ബെല്ലിംഗാമും ഫെഡറിക്കോ വാൽവെർദെയും ആ ഒരു 8 റോളിൽ കളിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നതാണ്. അവർ പലപ്പോഴും ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈവൻ ഫെഡെ വാൽവെർദെയും ഡിഫൻസിലേക്ക് വന്നിട്ട് പിന്നെ ബിൽഡപ്പ് ഫേസിൽ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ക്രിസ്പ് ഷോർട്ട് പാസുകളും ലൈൻ ബ്രേക്കിംഗ് പാസുകളും നമുക്ക് ആ ഒരു ഡിഫൻസ് ഏരിയയിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ടോണി ക്രോസ് ആ ഒരു LCB റോളിലേക്ക് നീങ്ങിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് കളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നില്ല. അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലാണ്. പക്ഷേ അതിന് പകരമായിട്ട് ജൂഡ് ബെല്ലിംഗാം പലപ്പോഴും ഇറങ്ങി വന്നിട്ട് ബോളുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നതായിരുന്നു. പക്ഷേ ഇതിൽ ചെമേനി ഭയങ്കര സ്ലോപ്പി ആയിരുന്നു എന്നുള്ളത് എടുത്ത് പറഞ്ഞ സംഭവമാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ ഡിഫെൻസീവ്ലിയും ഒഫെൻസീവ്ലിയും പാസിംഗ് വൈസും അദ്ദേഹം, ഒഫെൻസീവ്ലി എന്ന് പറഞ്ഞാൽ പാസിംഗ് വൈസ് അദ്ദേഹം സ്ലോപ്പി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ലോപ്പി പാസിൽ നിന്ന് അറ്റ്ലാന്റയുടെ ഒരു കൗണ്ടർ അറ്റാക്കിങ് സിനാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെമേനി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ആ ലാഗ് ഒഴിവാക്കേണ്ടതായിട്ട്, പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആൾ ഇത്തിരി ഒന്ന് ലാഗ് അടിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതാണ് പിന്നെ റയലിൻ്റെ ബിൽഡപ്പ് ഫേസിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആവറേജ് പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, ഒരു 4-3-3 ആയിരുന്നു ഓൺ പേപ്പറിലെങ്കിൽ പോലും ഫെഡെ വാൽവെർദെ കൂടുതലും ആ ഒരു ഡബിൾ പിവോട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതായത് നമ്മളിപ്പോൾ ഈ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചെമേനി ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോള്, ഫെഡയുടെ റോൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ എന്താണ്, ചെമേനിയേക്കാൾ കുറച്ച് മുമ്പിൽ മാത്രം. അതാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് പൊസിഷൻ ഉണ്ടായിരുന്നത്. ശരിയാണ്, അദ്ദേഹം മുമ്പോട്ടേക്ക് ഡ്രൈവിംഗ് റണ്ണും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നത്. ഇത് ആവറേജ് പൊസിഷനാണ്. അപ്പോൾ ഒരു ഡബിൾ പിവോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നമുക്ക് റയലിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ആവറേജ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ ആ ഒരു 8 റോളിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. സെൻട്രൽ ഏരിയയിൽ തന്നെ, പക്ഷേ കുറച്ച് ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആ രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ ഫ്രണ്ട് ത്രീയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കിലിൻ എംബാപ്പെ ആണെങ്കിലും വിനി ജൂനിയർ ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും വളരെ ക്ലോസ് ആയിട്ടാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. അവർ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത്. ഒരുപാട് വിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടൊന്നും അവർ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിനി ജൂനിയർ ആണെങ്കിലും ആ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്നു. കിലിൻ എംബാപ്പയും അതേ രീതിയിൽ തന്നെ, അതുപോലെ തന്നെ റോഡ്രിഗോയും. പക്ഷേ ഇവർ തമ്മിലുള്ള റൊട്ടേഷൻ ഭയങ്കരമായിരുന്നു. ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും ചിലപ്പോൾ ഇനിയും നമുക്ക് കാണാൻ സാധിക്കുക. കാരണം വിനി ജൂനിയർ ഒരു നാച്ചുറൽ വിങ്ങർ ആണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ കൂടി സെൻട്രൽ നീങ്ങിയിട്ട് കളിക്കുന്ന ഒരു സാഹചര്യം നമ്മളുണ്ടായിരുന്നു. കിലിൻ എംബാപ്പയും ലെഫ്റ്റിൽ കളിക്കാനാണ് അദ്ദേഹം താല്പര്യമെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു 9 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇങ്ങനെ റോമിംഗ് ആണ്. അപ്പോൾ ഇത് ഡിഫൻസ് സംബന്ധിച്ചോളം ഇത്തിരി ഇടങ്ങർ പിടിച്ചൊരു സംഭവമാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള റിതം അവർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ ഫ്രണ്ട് തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇതാണ് പിന്നെ റയലിൻ്റെ ഷേപ്പ് ഉണ്ടായിരുന്നത്. നമ്മൾ ഗാസ്പെരീനിയുടെ
ടീമിൻ്റെ ഷേപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവരൊരു 3-at-the-back സിസ്റ്റമാണ് വിങ് ബാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് കളിക്കുക. സപ്പക്കോസ്റ്റ ഒരു വിങ് ബാക്ക് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചാർലി ഡി കെറ്റലേര, അതുപോലെ തന്നെ പെസാലിച്ച്, ലുക്മാൻ ഇവരായിരുന്നു കളിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ലുക്മാൻ അടിപൊളിയായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ അവർ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചങ്ങി കളിച്ചത്. അപ്പോൾ നമ്മൾ ഈ അറ്റ്ലാന്റയുടെ അറ്റാക്കിംഗ് ഏരിയ നോക്കിയാൽ പെർസെൻറ്റേജ് വൈസ് ലെഫ്റ്റ് സൈഡ് ഓറിയൻറ്റഡ് ആയിരുന്നു അവരുടെ അറ്റാക്ക് ഉണ്ടായിരുന്നത്. 42% ആ ഏരിയയിലൂടെ വന്നിട്ടുണ്ടായിരുന്നു, 34 റൈറ്റ് സൈഡിലൂടെ. അതിൽ തന്നെ ഈ 42% ലെഫ്റ്റ് സൈഡിലൂടെ വരാൻ കാരണം ലുക്മാൻ്റെ ബോൾ ക്യാരിങ് എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ബോൾ കൺട്രോൾ എബിലിറ്റി, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്താണ്, ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ റയൽ മാഡ്രിഡ് നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാർവഹാലൊക്കെ കുറേ മുമ്പോട്ടൊന്ന് കയറി നിന്നിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ കുറേ റണ്ണുകൾ ലുക്മാനൊക്കെ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. അതുപോലെ തന്നെ റുജേരിയൊക്കെ ആ ഒരു ഏരിയയിലൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഒരു നാച്ചുറൽ 9 ഉണ്ടായിരുന്നില്ല, അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്കമാക്ക ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ കൂടി ഗെയിം ഇൻട്രസ്റ്റിംഗ് ആകുമായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഡിഫൻസിൽ ഹെയ്ൻ നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. സ്വീഡിഷ് റോക്കാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. പക്ഷേ അതുവരെ നല്ല രീതിയിൽ അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു. ജിംസീത്തിനെ സംബന്ധിച്ചിടത്തോളം വിനി ജൂനിയർ ചങ്ങയുടെ പരിപ്പിളക്കി ആ ഒരു ഫസ്റ്റ് ഗോളിൽ, അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം. എന്തായാലും അറ്റ്ലാന്റ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ അവരുടെ മാൻ ടു മാൻ പ്രസ്സും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും രണ്ട് ടീമിൻ്റെ ഭാഗത്ത് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചില്ല. റയലിൻ്റെ ഭാഗത്ത് നിന്നാകെ 3 അറ്റംപ്റ്റുകളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 2 അറ്റംപ്റ്റുകൾ മാത്രമേ അറ്റ്ലാന്റയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ കാർലോ അൻചെലോട്ടിയുടെ പെപ്ടോക്കിൽ കാര്യങ്ങളെല്ലാം മാറി മറിയുന്ന ഒരു സിറ്റുവേഷനും അവരുടെ എനർജിയും ആറ്റിറ്റ്യൂഡും മാറുന്നതാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫസ്റ്റ് ഹാഫിലെ ചില കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിനി ജൂനിയറും എംബാപ്പയും ലിങ്കപ്പ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്നത്. എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അത്ര ടോപ്പ് പെർഫോമൻസ് ആയിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡ് കുപ്പായത്തിലെ ആദ്യത്തെ മത്സരമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ആൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു ലിങ്കപ്പിലേക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ചില സാഹചര്യങ്ങളിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് വിനി ജൂനിയറും എംബാപ്പയും ഈവൻ റോഡ്രിഗയും വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എന്താണ് റിലേഷനിസമാണ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാർലോ അൻചെലോട്ടി. സ്ട്രക്ചറൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നൊരു വിഷയമല്ല ഈ പ്ലേയേഴ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ടോപ്പ് ആയിട്ടുണ്ടെങ്കിൽ. കാരണം ഇതൊക്കെ ഇൻ്റലിജൻറ്റ് ഫുട്ബോളേഴ്സ് ആണെന്നുള്ള കാര്യമാണ്. വിനി ജൂനിയർ റൈറ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. റോഡ്രിഗോ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ കോൺസ്റ്റൻ്റ്ലി റൊട്ടേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു റിതം കുറെ കൂടി വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ലിങ്കപ്പിളയും കാര്യങ്ങളൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിനിയുടെ പിന്നെ ബോക്സിലേക്കുള്ള പാസും എംബാപ്പയുടെ റണ്ണും നമ്മൾ കണ്ടായിരുന്നു. വിനിയെ സംബന്ധിച്ചോളം ബോക്സിലേക്ക് കുറേ പാസുകൾ ചെയ്ത് കൊടുത്തായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം, കഴിഞ്ഞ സീസണിൽ ഗോളടിക്കേണ്ടതായിട്ടുള്ള ബേർഡൻ കൂടുതലും വിനിയുടെ തലയിലായിരുന്നു. ഈ സീസണിൽ അത്ര ബേർഡൻ ഉണ്ടായിരിക്കില്ല വിനിയുടെ തലയിൽ, കാരണം എംബാപ്പയുടെ കൂടി പ്രസൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് വിനിയെ സംബന്ധിച്ചോളം കുറേ കൂടി അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ അദ്ദേഹത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നലെ ബോക്സിലേക്ക് കുറേ രസമുള്ള ബോളുകൾ വിനി ജൂനിയർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ അറ്റ്ലാന്റ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യായിരുന്നു. പ്രത്യേകിച്ച് ഹെയ്നൊക്കെ റോക്കായിരുന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ചില സംഭവങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറ്റ്ലാന്റയുടെ ഒരു കൗണ്ടർ, അതിൽ നല്ലൊരു പാസ് ചാർലി ഡി കെറ്റലേര സപ്പക്കോസ്റ്റയുടെ ബോക്സിലേക്കുള്ള റണ്ണ് പിക്ക് ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റണ്ണാണ്. പക്ഷേ സപ്പക്കോസ്റ്റ ആ ബോക്സിലേക്ക് എത്തിയതിനു ശേഷം ഒന്ന് മടിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഷോട്ട് റൂഡിഗർ ബ്ലോക്ക് ചെയ്യുന്നു. ആ ഒരു 6 ഏരിയയിൽ ഒരു ഫൗൾ റെഫറി കാണുന്നു. അങ്ങനെ ആ സിറ്റുവേഷനിൽ റയൽ മാഡ്രിഡ് കഴിച്ചിലായി പോകുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. പിന്നെ കാർവഹാൽ ഫെഡെ വാൽവേർദെ റിലീസ് ചെയ്യാണ്. കാരണം ഇവർ മാൻ ടു മാൻ പ്രസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് കാർവഹാൽ റൈറ്റിലൂടെ റൺ ചെയ്യുന്ന ഫെഡെ പിക്ക് ചെയ്യുന്നു. ഫെഡെ അതുമായിട്ട് മുമ്പോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. എന്നതിനുശേഷം അദ്ദേഹം ബോക്സിൽ നിൽക്കുന്ന എംബാപ്പയെ പിക്ക് ചെയ്യണോ സെൻട്രൽ ഏരിയയിൽ നിൽക്കുന്നത്. എംബാപ്പയുടെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ഹെയ്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. നല്ലൊരു ബ്ലോക്കാണ് ഹെയ്ൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വിനി ജൂനിയർ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ജൂഡ് ബെല്ലിംഗാം ലെഫ്റ്റ് റൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പിക്ക് ചെയ്യാനുള്ള വിനി ജൂനിയർ ശ്രമം നല്ല പിക്കായിരുന്നു. പക്ഷേ വിനിക്ക് ജൂഡിന് ബോക്സിൽ ആരെയും പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു അവസരത്തിൽ. പിന്നെ നമ്മൾ കാർവഹാലിൻ്റെ നല്ലൊരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് കണ്ടു. ആ ഒരു കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റി ഉണ്ടല്ലോ ആ ഒരു 6 ഏരിയയിലേക്ക്. പക്ഷേ അത് ആർക്കും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ നല്ലൊരു ബോളായിരുന്നു കാർവഹാലിൻ്റെ ഭാഗത്ത്. പിന്നെ ഡെറൂണിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കാണും. ഡെറൂൺ അടിപൊളിയായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ത്രോ ഇൻ ബോക്സിലേക്ക് ഡെറൂൺ നല്ല രീതിയിൽ റണ്ണ് നടത്തുന്നു. ഡെറൂണിൻ്റെ എന്നിട്ട് ആ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള റൈറ്റ് സൈഡിൽ നിന്ന് ആംഗിൾ എന്നുള്ള അറ്റംപ്റ്റ് മിലിറ്റാവിൽ തട്ടിയിട്ട് ബാറിൽ തട്ടി പോകുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പിന്നെന്താണ്, ഞാൻ പറഞ്ഞ പോലെ ചെമേനിയുടെ ഒരു പാസ് മിഡ്ഫീൽഡ് ഏരിയയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യാണ് അറ്റ്ലാന്റ. എന്നിട്ട് ലുക്മാനിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലുക്മാൻ്റെ ലെഫ്റ്റിലൂടെ റണ്ണ് നടത്തുന്ന ഒരു പ്ലെയർ. പക്ഷേ ലുക്മാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ റൈറ്റിലേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നത് റോങ് ചോയ്സ് ആണ്. അവിടെ റുഡിഗർ ഈസിലി അത് ഡിഫെൻഡ് ചെയ്യുകയാണ്. തൻ്റെ ലെഫ്റ്റിലൂടെ ഫ്രീ ആയിട്ട് ചങ്ങായി റൺ ചെയ്യുന്നുണ്ട്. ആളെ പിക്ക് ചെയ്യാൻ ശ്രമം നടത്തിയില്ല ലുക്മാൻ എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഡേഞ്ചറസ് സിനാരിയോ ആകേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ റയൽ അവിടെ ഡിഫെൻഡ് ചെയ്യുന്നു. പിന്നെ എന്താണ്,
ഫെഡെ നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നു. എന്നിട്ട് അത് പിന്നെ ഒടുവിൽ എത്തുന്നത് ബോക്സിൻ്റെ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്ന വിനി ജൂനിയറുടെ അടുത്തേക്കാണ്. വിനി ജൂനിയർ എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ജൂഡ് ബെല്ലിംഗാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങോട്ടൊക്കെയാണ് ബോൾ കിട്ടുന്നത്. ആൾ മനോഹരമായിട്ടുള്ള ബോക്സിലേക്കുള്ള റൺ നടത്തുകയാണ്. ആ മൂവ്മെൻറ്റ് എക്സലൻ്റ് ആണ്. അങ്ങനെ വിനി ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ജൂഡ് ബെല്ലിംഗാം വേണമെങ്കിൽ അത് ഹെഡ് ചെയ്യാമായിരുന്നു. പുള്ളിക്കാരൻ അത് ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ഹിറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ കീപ്പർ കയറി വരുന്നു. എന്നിട്ട് അത് കീപ്പറിനെ ഹിറ്റ് ചെയ്തു അത് ജൂഡ് ബെല്ലിംഗാം. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ യെല്ലോ കാർഡ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ്, ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് റയലിൻ്റെ ബിഗ്ഗസ്റ്റ് ചാൻസ് അവർക്ക് കിട്ടിയത് റോഡ്രിഗോയിലേക്കാണ് വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നത്. വിനി ജൂനിയർ റൈറ്റ് സൈഡിലാണ്, ബോക്സിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ പുറത്തുനിന്ന് അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടന്നു. അത് ഡിഫ്ലക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത സാധനം വിനിയിൽ തന്നെ വന്ന് വീഴുന്നു. റൈറ്റ് സൈഡിലാണ് വിനി. അപ്പോൾ ആ ഒരു അവസരത്തിൽ ബോക്സിലേക്ക് ജൂഡ് ബെല്ലിംഗാം കയറിയിട്ടുണ്ട്, റോഡ്രിഗോ കയറിയിട്ടുണ്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ജൂഡ് ബെല്ലിംഗാം അവിടെ കൃത്യമായിട്ടും ഓഫ് സൈഡാണ്, പക്ഷേ റോഡ്രിഗോ ഓഫ് സൈഡല്ല. അവിടെ ആ ഒരു ഔട്ട്സൈഡ് ദ ബൂട്ട് കൊണ്ടൊരു പാസ്, ബ്യൂട്ടിഫുൾ പാസ് വിനി ജൂനിയർ കൊടുക്കണം. ഇതാ ഞാൻ പറഞ്ഞു, വിനിയുടെ പാസിങ് ബ്യൂട്ടിഫുൾ ആയിരുന്നതാണ്. റോഡ്രിഗോയിലേക്ക് എത്തുന്നു, റോഡ്രിഗോ സ്ട്രെച്ച് ചെയ്ത് അത് അടിക്കുന്നത് പോസ്റ്റിൽ തട്ടി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് തീരെയാണ്. ഇതാണ് ഫസ്റ്റ് ഹാഫിലെ മൊമെൻറ്റ്സുകളായിരുന്നു ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിൽ എംബാപ്പെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ജിം സീറ്റിനെ മറികടന്ന് പോയിക്കൊണ്ട് ഒരു അറ്റംപ്റ്റ് നടന്നു. പക്ഷേ അത് ആകാശത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജിം സീറ്റി ഇടങ്ങിറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ ആ ഒരു ചേഞ്ച് ഓഫ് പേസ് നമുക്ക് എംബാപ്പയുടെ ഭാഗത്ത് നിന്ന് കണ്ടായിരുന്നു. അത് ട്രെയിലർ മാത്രമായിരുന്നു. കാരണം വിനി ജൂനിയറുടെ ഭാഗത്ത് നിന്ന് ശരിക്കുള്ള സാധനം നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു. പക്ഷേ ആദ്യത്തെ ഷോട്ട് ഓൺ ടാർഗറ്റ് മത്സരത്തിൽ വരുന്നത് നമ്മുടെ അറ്റ്ലാന്റയുടെ ഭാഗത്തു നിന്നാണ്. പസാലിച്ചിൻ്റെ ഹെഡറാണ്. അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ചെമേനി ബോക്സിൽ ക്ലിയർ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് ആൾ ക്ലിയർ ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് നമ്മുടെ ഡെറൂൺ ബോക്സിലേക്ക്, ആ ബാക്ക് പോസ്റ്റിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു. പസാലിച്ച് നല്ല രീതിയിൽ ഹെഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പറന്ന് തിബോ കോർട്ടോ സേവ് ചെയ്യുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ്. അതാണ് ഞാൻ പറഞ്ഞത്, തിബോ കോർട്ടോ ഇത്തരത്തിൽ കിഡ്ലൻ സേവുകൾ നടത്തുന്ന, ക്രൂഷ്യൽ സേവുകൾ നടത്തുന്ന, എന്താ പറയുക, ക്ലച്ച് സേവുകൾ നടത്തുന്ന ഒരു ഗോൾ കീപ്പറാണെന്നുള്ള കാര്യം ഓർക്കണം. ഗോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ മിലിറ്റാവോ ഡിഫൻസിൽ നിന്ന് ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കുകയാണ് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്ന ജൂഡ് ബെല്ലിംഗാമിലേക്ക്. ജൂഡ് ബെല്ലിംഗാം ബോൾ റിസീവ് ചെയ്തതിനു ശേഷം ബോക്സിൻ്റെ റൈറ്റ് സൈഡിലൂടെ റൺ ചെയ്തിട്ടുള്ള കിലിൻ എംബാപ്പയ്ക്ക് മനോഹരമായിട്ടുള്ള ത്രൂ ബോൾ കൊടുക്കുകയാണ്, ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ. പക്ഷേ അവിടേക്ക് ഹെയ്ൻ അതുവരെ മനോഹരമായി ഡിഫെൻഡ് ചെയ്ത് ഹെയ്ൻ നല്ല രീതിയിൽ വന്നിട്ട് ഡിഫെൻഡ് ചെയ്ത സാധനം ചെങ്ങായി എന്തെന്ന് വെച്ചാൽ ഡെറൂണ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ റയലിനെ സംബന്ധിച്ചോളം അവരുടെ പ്രസ്സിങ്ങിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ റോഡ്രിഗോ നല്ല രീതിയിൽ പ്രസ് ചെയ്തു ഈ ഡെറൂണിനെ. അപ്പോൾ ഡെറൂൺ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഡെറൂണ് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. ഡെറൂണ് അത് തിരിച്ച് കീപ്പർ കൊടുക്കുകയാണ്. അപ്പോൾ കീപ്പർ സംബന്ധിച്ചോളം ഇനി അത് ക്ലിയർ ചെയ്യണം. കാരണം വീണ്ടും റോഡ്രിഗോ പോയിട്ട് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ചെയ്യുന്നു, ആ ഒരു റൈറ്റ് സൈഡിലേക്കാണ് ക്ലിയർ ചെയ്യുന്നത്. അവിടെ മെൻഡി അവിടെ ആ ഒരു ബോൾ വിൻ ചെയ്യണം. എന്നിട്ട് ജൂഡ് ബെല്ലിംഗാമിന് കൊടുക്കുന്നു. ജൂഡ് ബെല്ലിംഗാം ഈ ഒരു അവസരത്തിൽ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിലാണുള്ളത്. അങ്ങനെ ജൂഡ് ബെല്ലിംഗാം തൻ്റെ ലെഫ്റ്റ് റൺ ചെയ്തിട്ടുള്ള വിനി ജൂനിയർ പിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ജിംഷീത്തി സംബന്ധിച്ചിടത്തോളം ഈ സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ എംബാപ്പെ ഒന്ന് മറികടന്ന് പോയിട്ടുണ്ട്. അപ്പോൾ വിനി സ്ലോലി ബോക്സിൽ ബോൾ ഇങ്ങനെ മുമ്പോട്ട് നീക്കുന്നു. പൊടും തന്നെ ചങ്ങായി സ്പീഡ് അങ്ങ് കൂട്ടുകയാണ്. ആ ചേഞ്ച് ഓഫ് സ്പീഡിൽ ജിംഷീത്തി ഇല്ലാണ്ടായി. അങ്ങനെ ആ ബാലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം എന്താണ്, ഹെയ്നൊക്കെ വീണ് പോയിട്ടുണ്ട്. ഓൾറെഡി ആൾ വീണ് ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോഴേക്കും നമ്മുടെ ഫെഡെ വാൽവെർദെ അടിപൊളി റൺ നടത്തിയിട്ടുണ്ട്. ആരും പുള്ളിക്കാരനെ ട്രാക്ക് ചെയ്യുന്നില്ല. കാരണം ആ ഡീപ്പ് പേര് എന്നുള്ള റണ്ണാണത്. അത് വിനി ജൂനിയർ എന്തങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്, എന്ന് തിന്നോ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ടാപ്പിൻ. പക്ഷേ അതിലേക്കുള്ള റണ്ണ് അത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റണ്ണാണ് ഫെഡെ വാൽവെർദെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റണ്ണ്, വിനി ജൂനിയറിൻ്റെ എക്സലൻറ്റ് ഡ്രിബ്ലിംഗ് എബിലിറ്റി. എന്നിട്ടോ ആ പാസ് സിമ്പിളായിട്ട് പിക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്, അവയർനെസ്, അതൊക്കെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ റയലിനെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗോൾ അവരടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റയൽ മാഡ്രിഡ് മത്സരത്തിൽ ലീഡ് എടുക്കുന്നു. പിന്നെ മിലിറ്റാവോ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു. ലുക്മാൻ്റെ അടുത്താണ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ജൂഡിന് പാസ് കൊടുക്കുകയാണ്. ജൂഡ് ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെ ആൾ മുമ്പോട്ട് പോയതിനു ശേഷം വിനി ജൂനിയറിൻ്റെ റണ്ണ് പിക്ക് ചെയ്യണം. നല്ലൊരു ബോൾ കൊടുക്കുകയാണ് വിനി ജൂനിയർക്ക്. വിനി ജൂനിയർ ബോക്സിലേക്ക് അതുമായിട്ട് പോകുന്നു. പക്ഷേ അത് മൂസോ എന്ന് പറയുന്ന അർജന്റീനിയൻ കീപ്പർ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു. അല്ലെങ്കിൽ അപ്പോഴേ രണ്ടാമത്തെ ഗോൾ വന്നേനെ. പക്ഷേ അതിൽ നിന്ന് കോർണറിൽ നിന്ന് വീണ്ടും കെയോസ് ബോക്സിൽ സംഭവിക്കുന്നു. അഗെയിൻ മൂസോ നല്ലൊരു സേവ് നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. പിന്നെന്താണ്, ഹെയ്ൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. ഒരു ലോങ് ബോൾ റയൽ മാഡ്രിഡ് കൊടുക്കുന്നത്
ആ ഒരു ലെഫ്റ്റ് ഏരിയയിലേക്ക് വന്നിട്ട് ചെസ്റ്റ് ഡൗൺ ചെയ്യാനുള്ള ശ്രമമാണ് ഹെയ്ൻ നടത്തുന്നത്. ക്ലിയർ ചെയ്യുന്നതിന് പകരം ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് പോകാന്നുള്ളതാണ്. പക്ഷേ റോഡ്രിഗോയുടെ ഇൻഡിവിജ്വൽ പ്രസ്സിംഗാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ ചെങ്ങായുടെ ഇൻഡിവിജ്വൽ പ്രസ്സിംഗിൽ അവിടെ ഹെയ്ൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു. വിനി ജൂനിയർ റൈറ്റ് സൈഡിലുണ്ട്. വിനി ജൂനിയർക്ക് ആ പാസ് കൊടുക്കുന്നു. വിനി ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം എംബാപ്പെ പിക്ക് ചെയ്യാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. എംബാപ്പെ ബോക്സിലുണ്ട്. വിനി ജൂനിയർ ആ റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുക്കുന്നു ബോക്സിലേക്ക്. പക്ഷേ അത് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നീങ്ങുന്നത്. അപ്പോഴേക്കും ജൂഡ് ബെല്ലിംഗാം ലെഫ്റ്റ് സൈഡിലൂടെ റൺ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ബോക്സിലേക്ക്. പിന്നെയാണ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അറ്റ്ലാന്റ താരങ്ങൾ. അവിടെ ജൂഡ് ബെല്ലിംഗാം വളരെ കാമായിട്ട് കമ്പോസ്ഡായിട്ട് അവിടെ എംബാപ്പെ ആദ്യം ജൂഡ് ബെല്ലിംഗാമിൻ്റെ അടുത്തേക്കാണ് റൺ നടത്തിയിട്ടുണ്ടായിരുന്നത്. പകരം പിന്നെ അദ്ദേഹം എന്താണ് ആ ഒരു 6 സൈഡ് ഏരിയയിലേക്ക് റൺ നടത്തുന്നു. അതിൽ കൃത്യമായിട്ടുള്ള വെയിറ്റേജുള്ള പാസ് ജൂഡ് ബെല്ലിംഗാം കൊടുക്കുകയാണ്. അങ്ങനെ കിലിയൻ എംബാപ്പെ അത് ഫിനിഷ് ചെയ്യുന്നു തൻ്റെ റൈറ്റ് ഫുട്ട് കൊണ്ട്. 2-0 9 മിനിറ്റിനുള്ളിൽ തന്നെ 2 ഗോളുകൾ റയൽ മാഡ്രിഡ് അടിക്കുന്നു. അപ്പോൾ നമ്മൾ ചേഞ്ചസ് വരുന്നുണ്ട്. അറ്റ്ലാന്റ ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മുടെ മുൻ എവർട്ടൻ്റെ പ്ലെയർ ആയിട്ടുള്ള ഗോഡ്ഫ്രേ കൊണ്ടുവരുന്നു. സപ്പക്കോസ്റ്റയെ പിൻവലിച്ചിട്ട് റെച്ചഗിയെ കൊണ്ടുവരുന്നു. കെറ്റ്ലറെ പിൻവലിച്ചിട്ട് അങ്ങനെയുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ അറ്റ്ലാന്റ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ആ ഗോൾ വരുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ളതായിരുന്നു. പിന്നെ ഗോളിന് ശേഷം അവർ കൊലാസിനാച്ചിനെ പിൻവലിച്ചിട്ട് ബക്കറിനെ കൊണ്ടുവരുന്ന സാഹചര്യം വരുന്നു. പിന്നെ എന്താണ് റയലും ചേഞ്ചസ് വരുത്തുന്നു. റോഡ്രിഗോയെ പിൻവലിച്ചിട്ട് ലൂക്ക മോഡ്രിച്ചിനെ കൊണ്ടുവരാണ്. ലുക്കിറ്റ് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് വരുന്ന സാഹചര്യം. പിന്നെ ഒരു 4-4-2 റയൽ മാഡ്രിഡ് മാറുന്ന സിറ്റുവേഷൻ നമുക്കുണ്ടായിരുന്നത്. പിന്നെ എന്താണ് കിലിയൻ എംബാപ്പയുടെ ആ ഒരു ഔട്ടിങ് തീരുന്നു. 83-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് പകരം ബ്രഹീം ഡിയാസ് വരുന്നു. പിന്നെ ആർദ ഗുലേറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വിനി ജൂനിയറിന് പകരമായിട്ട് ലൂക്ക വാസ്കസിന് കൊണ്ടുവരുന്നു. ജൂഡ് ബെല്ലിംഗാമിന് പകരമായിട്ട് ഡാനി സബയോസ് വരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാമിയോയിൽ ഒടുക്കത്തെ വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഈ രണ്ടാമത്തെ ഗോൾ വന്നതിന് ശേഷം നമ്മുടെ ലുക്കിറ്റയും വിനി ജൂനിയറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പ്ലേ കാർഡ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം. വിനി ജൂനിയറിൻ്റെ ടേണും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ലുക്കിറ്റ വിനി ജൂനിയർ പിക്ക് ചെയ്യുന്ന സാഹചര്യം. അങ്ങനെ ആ ഒരു ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ക്രോസ് ഡിഫ്ലക്ട് ചെയ്ത് പോവുകയും മൂസോ എന്ന് പറയുന്ന കീപ്പർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഈ ഗോൾ വന്നതിന് ശേഷം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണതാണ്. അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അറ്റ്ലാന്റ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരു നിയർലി മൊമെൻറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം മെൻഡിയെ മറികടന്നിട്ടുള്ള ഒരു ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു ബോക്സിലേക്ക് വന്നിട്ടുള്ള സാഹചര്യത്തിൽ മെൻഡിയെ മറികടന്നിട്ടുള്ള ഗോഡ്ഫ്രേയുടെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പാസ് ചെയ്യാൻ ശ്രമിച്ചാണ്. അത് ക്ലിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അവർ ആ ഒരു ഫൈനൽ തേർഡിലേക്ക് എത്തുന്നുണ്ട്, ബോക്സിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു റൈറ്റ് ടൈമിൽ ഷോട്ട് ഉതിർക്കാനോ അല്ലെങ്കിൽ കോർട്ടുവെ ടെസ്റ്റ് ചെയ്യാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. റയൽ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ അൺലീഷ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടു. ക്രൂഷ്യൽ ഇൻ്റർസെപ്ഷൻസ് ഒക്കെ ഈവൻ ഫെഡെ വാൽവെർദെ ആണെങ്കിലും ജൂഡ് ബെല്ലിംഗാം ആണെങ്കിലും ഒക്കെ നടത്താൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചെമേനിയും ഡിഫെൻസീവ്ലി സെക്കൻഡ് ഹാഫിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ്സിനൊപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ പ്രസ്സിംഗ് സ്ട്രക്ചറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അവരുടെ മിഡ്ഫീൽഡിൽ അവർക്ക് ക്രൂസ് ഇല്ലാത്ത സാഹചര്യത്തിൽ സൊല്യൂഷൻസ് കണ്ടെത്തണം. അവരുടെ ബിൽഡപ്പ് ഫേസിൽ അത് കാര്യമായിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്രണ്ട് ത്രീയിൽ കളിക്കുന്നവരുടെ വർക്ക് റേറ്റ് കുറേ കൂടി വരേണ്ടതുണ്ട്. ആ ഫ്രണ്ട് ത്രീയിൽ ഏറ്റവും കൂടുതൽ വർക്ക് റേറ്റ് കൊടുക്കുന്നത് റോഡ്രിഗോയാണ്. എംബാപ്പയും വിനിയും വർക്ക് റേറ്റ് കൊടുക്കേണ്ട സാഹചര്യം വരും. പിന്നെ മെൻഡിയെ സംബന്ധിച്ചിടത്തോളം മെൻഡി ഒരു പ്രോഗ്രസീവ് ലെഫ്റ്റ് ബാക്ക് അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. ഡിഫെൻസീവ് ലെഫ്റ്റ് ബാക്കാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലൂടെ പിന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ അത് പുറകിലേക്കാണ് വരുന്നത്, വീണ്ടും തിരിച്ച് പുറകിലേക്കാണ് വരുന്നത്, മുമ്പോട്ടേക്ക് പോകുന്നില്ല എന്നാണ്. അപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഫെറാൻ അത്ര നല്ല ഒരു പ്ലെയർ ആയിട്ടല്ല എന്നാണ് കാണുന്നത്. അപ്പോൾ പകരം ആ ഒരു ഏരിയയിൽ കൂടി ഒരു ലെഫ്റ്റ് ബാക്കിനെ കൂടി കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ബോക്സിൽ ഇവിടുത്തെ ഡിഫെൻസീവ്ലി സോളിഡാണ് മെൻഡി. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ചില മത്സരങ്ങളിൽ ആ ഒരു ഏരിയയിൽ കൂടി അറ്റാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ അതിന് മെൻഡിയെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിങ്ങിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ചിലപ്പോൾ ജൂഡ് ബെല്ലിംഗാം ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കേണ്ട സിറ്റുവേഷൻ വരും. ശരിയാണ്, ആ ഒരു LCM റോൾ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത്. പിന്നെ ഫെഡെ വീണ്ടും ഒരു കിടിലം മത്സരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടുള്ളത്. അണ്ടർ റേറ്റഡ് പെർഫോമറാണ്. ഇപ്പോൾ ഗോൾ അടിച്ചുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ത്രൂ ഔട്ട് സീസണിൽ 7/10 8/10 പെർഫോമൻസ് എല്ലാ മത്സരങ്ങളും കാഴ്ചവെക്കുന്ന ഒരു ചങ്ങായാണ് ഫെഡറിക്കോ വാൽവെർദെ. അതിൻ്റെ ബിൽഡപ്പ് ഫേസിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.